ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ ശമിപ്പിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഷേക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 റോബസ്റ്റ് പഴം നല്ലതുപോലെ തണുപ്പിച്ചിട്ടുള്ളത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പിച്ചിട്ടുള്ള ആപ്പിൾ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കാഷ്യൂനട്ടാണ്. അപ്പോൾ കാഷ്യൂനട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റോളം നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാതെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാതെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പാല് തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ പാൽ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറിയിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ കട്ടിയാക്കിയിട്ടുള്ള പാല് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു മുഴുവനായിട്ടും. ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഷേക്ക് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതും അതുപോലെ ചൂടത്തു നിന്നൊക്കെ വരുന്നവർക്ക് വിരുന്നുകാർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. മധുരം ഇട്ടാലും മധുരം ഇട്ടില്ലെങ്കിലൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ ഇത്. നമ്മൾ പഴമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സും ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ വിശപ്പായാലും ദാഹമായാലും ഒക്കെ ഒരുപോലെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ ഈ ചൂട് ഇപ്പോൾ നല്ല ചൂടല്ലേ നാട്ടിലെ, അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു ഷേക്ക്. അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടാനായിട്ട് കുറച്ച് റോസ്റ്റഡ് പീനട്ട്സ് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സെർവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ കൂടെ അങ്ങനെ ഒരു ചെറിയൊരു ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.